ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഇത് നെഗറ്റീവ് വരും, ഇത് പോസിറ്റീവ്. ഇതാണ് സാധാരണ നമ്മൾ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പൊതുവെ കുറവാണ്. ഇപ്പോൾ SMPS പവർ സപ്ലൈ. മറ്റത് ഒരു എലിമിനേറ്റർ എന്ന് പറയും നമ്മൾ. എലിമിനേറ്റർ കണ്ടില്ല, ചാർജറൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതായിരിക്കും സിസ്റ്റം ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എടുത്താലും 12 കിട്ടും, ഇങ്ങനെ എടുത്താലും 12 വോൾട്ട് AC കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഡയോഡ് ഇടും. ഈ ഡയോഡിൻ്റെ പോസിറ്റീവും കൂടി പിന്നെ കണക്ട് ചെയ്തിട്ട് നമ്മൾ പോസിറ്റീവിൽ വരും. അപ്പോൾ ഇവിടെ ഇതിൽ അപ്പോൾ 12 വോൾട്ട് DC കറക്റ്റായിട്ട് കിട്ടും. മറ്റേന്താണെന്ന് വെച്ചാൽ ആ ഡിസ്റ്റർബൻസ് വരും. ഇപ്പോൾ ചില ഇലക്ട്രോണിക്സ് ഡിവൈസൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹമ്മിങ് സൗണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സൗണ്ടുകളൊക്കെ വരും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റേഡിയോ ഒക്കെ പണ്ട് കാലങ്ങളിലൊക്കെ റേഡിയോ ഉപയോഗിച്ചിരുന്നു. അന്നൊക്കെ ഈ കപ്പാസിറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ പടപടാന്നുള്ള സൗണ്ട് വരും. കാരണം അതിൻ്റെ ആ സൗണ്ട് ഇതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തത്വം. ഇതിൽ ഇപ്പോൾ 230 സാധാരണ വോൾട്ടിനെ നമ്മൾ കുറച്ച് 12 വോൾട്ട് DC ആക്കി മാറ്റുന്നതിൻ്റെ ഒരു ബേസിക്കായിട്ട് സിസ്റ്റം ഇങ്ങനെയാണ് വരുന്നത്. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഇതിന് ഫുൾ വേവ് റെക്ടിഫയർ എന്നാണ് പറയുക. ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഇതിലാവുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് DC വോൾട്ട് 12 വോൾട്ടിനെ കിട്ടും. ഇങ്ങനെയാണ് അതിൻ്റെ ആ തത്വം വരുന്നത്. പക്ഷെ ഇപ്പോഴൊക്കെ എന്ന് വരുന്നത് SMPS എന്ന് പറയും. അതായത് സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ. സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ. സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ. ഇത് ഇപ്പോൾ വരുന്ന ആ ട്രാൻസ്ഫോമറിന് പകരം അന്ന് ട്രാൻസ്ഫോമർ വെച്ച് അതൊരു സർക്യൂട്ടായിട്ടാണ്, അതിൽ ചിപ്പും ഇതൊക്കെ ആയിട്ട്. അതാണ് സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ. അതൊരു സർക്യൂട്ടായിട്ടാണ് വരുന്നത്. പണ്ട് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് പിന്നെ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരുന്നു. ഇപ്പോൾ അതിൻ്റെ വേറൊരു മെത്തേഡാണ് SMPS. ഇപ്പോൾ ഇന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈലിൻ്റെ ചാർജറൊക്കെ മൊബൈൽ വർക്ക് ചെയ്യുന്ന എത്ര വോൾട്ടിലാണെന്നറിയോ? എത്ര വോൾട്ടില്ല മൊബൈൽ ചാർജർ? എത്ര വോൾട്ടാന്ന് നോക്കിയാൽ അറിയോ? ഇല്ല, 12 അല്ല. മൊബൈൽ ചാർജ് സാധാരണ 5 വോൾട്ട് വരിക. 5 വോൾട്ടിലാണ് വരുന്നത്. അല്ല, 33 വോൾട്ടില്ല, 5 വോൾട്ടിലാണ് അതിൽ വർക്ക് ചെയ്യുക. അല്ല, അത് അങ്ങനെ അതല്ല. മിക്കവാറും ഫോണുകൾ ഇതാ വരുന്നത് 5 വോൾട്ടാണ് വരുന്നത്. നമ്മളെ ഈ ചാർജറൊക്കെ 5 വോൾട്ടാണ് വരുന്നത്. പിന്നെ അപ്പോൾ അതൊക്കെ ഇതാണ് ഈ സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ വരുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ പവർ സപ്ലൈ ആണെങ്കിലും സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ വരുന്നത്. ഇപ്പോൾ അതുപോലെ നമ്മൾ CCTVക്കും സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ വരുന്നത്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും പവർ സപ്ലൈ. ഇപ്പോൾ അതുപോലെ LED LCD TVകളിലൊക്കെ സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ ആണ് വരുന്നത്. അതാണ് സ്വിച്ചഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ മനസ്സിലായോ?